ഹലോ നമസ്കാരം, V3യുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വിനീഷ്. ഇന്ന് നമ്മൾ അടിപൊളിയൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. നമ്മളൊരു തീ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. സാധാരണ നിങ്ങൾ കണ്ടിട്ടുള്ള ചുമന്ന തീയല്ലേ, എന്നാൽ നമ്മൾ ഇന്നൊരു പച്ച തീ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മുടെ തീ കത്തിക്കാൻ പോകുന്ന നമ്മുടെ പ്രിയ സൂരജാണ്. തീ കത്തിക്കാൻ വേണ്ടി സൂരജിനെ കൂടെ ക്ഷണിക്കാം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ തീ കത്തിക്കാൻ പോവുകയാണ്. പച്ച തീ കത്തിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത് ബോറിക് ആസിഡാണ്. ബോറിക് ആസിഡ്. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ മെത്തനോൾ. ഇത് രണ്ടും കൂടെയുള്ള റിയാക്ഷനിൽ നിന്നാണ് നമ്മൾ പച്ച തീ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ എക്സ്പെരിമെൻറ്റിൻ്റെ ചെറിയൊരു ട്രയൽ നമുക്ക് ചെയ്ത് നോക്കാം. ചെറിയ രീതിയിൽ നമുക്ക് ചെയ്ത് നോക്കാം. അതിനായിട്ട് ആദ്യം ബൗള് നമ്മൾ എടുത്ത് വെക്കുക. ചെറിയൊരു ഗ്ലാസ് ബൗൾ എടുത്ത് വെക്കുക. അതിലേക്ക് കുറച്ച് മെത്തനോൾ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ചെറിയ രീതിയിൽ ചെയ്യുന്നതുകൊണ്ട് കുറച്ച് മതി. അതിനുശേഷം ലേശം ബോറിക് ആസിഡ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും തമ്മിലുള്ള റിയാക്ഷനിലാണ് പച്ച തീ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടും നല്ലതായിട്ട് ഡൈല്യൂട്ട് ചെയ്യണം. അതിനായിട്ട് രണ്ടും നല്ല രീതിയിൽ ഒന്ന് കലക്കി കൊടുക്കുക. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമുക്കൊന്ന് കത്തിച്ച് നോക്കാം. അപ്പോൾ പച്ച തീ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പരീക്ഷണം വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ എക്സ്പെരിമെൻറ്റ് കുറച്ചും കൂടെ വലിയ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം. നമ്മൾ ചെറിയൊരു ബീക്കറിൽ നമ്മുടെ ബോറിക് ആസിഡും മെത്തനോളും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ തീ കത്തിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ബോർഡ് നമ്മുടെ ഡെസ്കിൽ വെച്ചിട്ടുണ്ട്. ആ ഡെസ്കിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മിശ്രിതം നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം അത് മൊത്തത്തിലൊന്ന് പരത്തിയെടുക്കുക. അങ്ങനെ പരത്തി എടുത്തതിന് ശേഷം നമുക്കതൊന്ന് കത്തിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ പച്ചത്തീ കത്തിയിട്ടുണ്ട്. നമ്മൾ ചെയ്ത പരീക്ഷണം വിജയകരമായിട്ട് തന്നെ പച്ചത്തീ നമ്മൾ കത്തിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നമ്മളിന്ന് ഈ വീഡിയോ നമ്മുടെ സ്റ്റുഡിയോയിൽ ചെയ്തത് സേഫ്റ്റി മെഷേഴ്സ് എല്ലാം ഉപയോഗിച്ചാണ്. അതുകൊണ്ട് ഇതാരും അനുകരിക്കാതിരിക്കുക. നമ്മളിവിടെ എടുത്ത 2 കെമിക്കൽസും അപകടകരമായിട്ടുള്ളതാണ്. അതുകൊണ്ട് കുട്ടികൾ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് അനുകരിക്കാതിരിക്കുക. അപ്പോൾ തന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ. സാധാരണ തീ ചുമന്ന തീയല്ലേ, അതല്ലേ വെറും തീയല്ലെന്ന് പറഞ്ഞു. സിമ്പിൾ ആയിട്ടുള്ള ആൾക്കാർ ഇഷ്ടമല്ലേ. ഹലോ, ഞാൻ വിനീഷ്. V3യുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ആയില്ലേ.
ഹലോ V3യുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ വിനീഷ്. എല്ലാം ഒന്നേ അല്ല. ഹലോ, ഞാൻ വിനീഷ്. V3യുടെ പുതിയൊരു തീ കത്തിക്കാൻ വേണ്ടി സൂരജിനെ കൂടെ ക്ഷണിക്കാം. ഓക്കെ സൂരജ് ബാ. ബോറിക് ആസിഡ് ആണെങ്കിൽ ഒരു ടോക്സിക് മെറ്റീരിയലുമാണ്. നിങ്ങളത് അനുകരിക്കുകയാണെങ്കിൽ അതൊരു നിങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ. എടാ ഇപ്പഴാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഞാൻ പോവാ.